മരീചികയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, ചിലതിൻ്റെയൊക്കെ ക്രെഡിറ്റ് അടിച്ചു മാറ്റുക എന്നുണ്ട് ചിലർക്ക്. അവരൊന്നും ചെയ്യത്തുമില്ല, മറ്റുള്ളവർ ചെയ്യുകയും ചെയ്യും. അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് വേണം. എൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. വായിക്കാനും എണ്ണാനും ഒന്നും അറിയത്തില്ല. പക്ഷേ അദ്ദേഹം എവിടെ പോയാലും ഒരു ഇംഗ്ലീഷ് പത്രം ഇംഗ്ലീഷ് പത്രം കാണുകയാണെങ്കിൽ അത് മേടിച്ച് കക്ഷത്തിൽ പോകും. അപ്പം കടയിലൊക്കെ കയറി കഴിഞ്ഞാൽ എണ്ണം അറിയത്തില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ ആരും പറ്റിക്കരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അപ്പോൾ പൈസ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ എണ്ണി നോക്കിയിട്ട് ശരിയാണോ മക്കളെ നീ? അതെ 70 ഇല്ലേ, ബാക്കി 70 ഉണ്ടല്ലോ. ഒന്നും കൂടെ പുള്ളി എണ്ണി നോക്കിയിട്ട് പറയും ശരി എന്ന് പറയും. ഇനി റോക്കറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണേലും അതിനകത്ത് കയറിയ അഭിപ്രായവും എന്നുവെച്ചാൽ എല്ലാ കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന് അറിയാം എന്നവിടെ സ്ഥാപിച്ചെടുക്കുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് അദ്ദേഹം. അതുപോലെ പണ്ട് ഒരു കഥ പറയും. ഒരു കടൽ തീരത്ത് ഒരു ഉമ്പാക്കി എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. ഉമ്പാക്കി സാങ്കല്പികം. ഉമ്പാക്കിയെ കൊണ്ട് ഭയങ്കര ശല്യം സഹിക്കാൻ മേലാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു മുതലേച്ചനുണ്ട്. മുതലേച്ചനും പോയി ഇവൻ്റെ ശല്യം കാരണം ഇവനെ കടിച്ച് പറിച്ച് കൊന്ന് വലിച്ച് കീറി വലിയ ഗമയിൽ മുതലേച്ചൻ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും മറ്റുള്ള കടത്തീരത്തുള്ള മൃഗങ്ങളും പക്ഷികളും ഒക്കെ വളരെ സന്തോഷത്തോടെ നിൽക്കുക. അപ്പോൾ ഈ മുതലയുടെ മൂക്കത്തൊരു ഈച്ച ഇരിപ്പുണ്ടായിരുന്നു. ഈച്ച പറയുകയാണ്, ഞാനും മുതലേച്ചനും കൂടെ ഊമ്പാക്കിയെ കൊന്ന് വലിച്ചു കീറി ദൂരക്കളഞ്ഞു എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ഇടയിൽ ഒരുത്തനെ ജോലി ചെയ്യുകയും അതിൻ്റെ ക്രെഡിറ്റ് അനുഭവിക്കാൻ അല്ലെങ്കിൽ വാങ്ങിയെടുക്കാനായിട്ട് ബന്ധപ്പെടുന്നതാണ്. നമ്മൾ രാഷ്ട്രീയത്തിലാണേലും സമൂഹത്തിൽ എവിടെയാണെങ്കിലും എന്തെങ്കിലും ഒരു പ്രവർത്തനത്തിന് രാഷ്ട്രീയം പോലെ തന്നെ എന്തിൻ്റെ ഭാരവാഹിത്വം കൂട്ടായ്മയുണ്ടോ അവിടെയൊക്കെ കഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാർ അവരെ ചവിട്ടിത്താഴ്ത്തിക്കൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ് ഇരന്നു വാങ്ങുകയല്ല പിടിച്ചു വാങ്ങുകയും ചെയ്യുന്ന പ്രവണത എന്നത് സത്യം തന്നെയല്ലേ? ആലോചിച്ച് നോക്കൂ.